നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. प्रभु मेज के संबंध के आधार पर है कुछ विषय को आज हम लोग मनन करेंगे। നമുക്ക് 1 कोरिन्थർ 10 अध्याയം पहला कुरिन्दी उसका 10वां अध्याय അതിന്റെ 20 21 വാക്യങ്ങൾ വായിക്കും. 20 और 21 जब हम पढ़ते हैं, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശങ്ങളാകുവാനും പാടില്ല. 20 और 21 पढ़े। नहीं, वरन यह कि अन्य जाति जो बलिदान करते हैं वे परमेश्वर के लिए नहीं, परंतु दुष्टात्माओं के लिए बलिदान करते हैं। और मैं नहीं चाहता कि तुम दुष्टात्माओं के सहभागी हो। तुम प्रभु के कटोरे और दुष्टात्माओं के कटोरे दोनों में से नहीं पी सकते। तुम प्रभु की मेज और दुष्टात्माओं की मेज दोनों के साझी नहीं हो सकते। കർത്താവിന്റെ തിരുമേശയുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു അപകട സൂചന ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരാൻ കാരണം എന്താണ്? प्रभु का मेज की उपस्थिति में इस रीति का चेतावनी देने का कारण क्या है? നമ്മളെ ആത്മീയ വിഷയത്തിൽ അല്ലെങ്കിൽ വിശേഷാൽ കർത്തൃമേശ നമ്മുടെ ആരാധനയുടെ ഏറ്റവും ഭക്തിയേറിയ ഒരു സന്ദർഭമാണ് നമുക്ക് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുക എന്നുള്ളത്. हम जानते हैं कि विश्वासी लोगों के लिए सबसे ज्यादा भक्ति पूर्वक और सबसे ज्यादा भक्ति दिखाने का एक अवस्था है जो हम प्रभु मेज में भाग लेते हैं। അതിന്റെ 10 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ ആദ്യം പറയുകയാണ്, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച്, കാരണം ഈ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വിവേകം ഉണ്ടാകണം, ഒരു ദൈവിക ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ആദ്യം ഒരു നിഷ്കർഷ കൊടുക്കുകയാണ്. तो उसका वही 10 का 15 वाक्य पढ़ते समय में मैं तुम्हें बुद्धिमान जानकर, तो वहां पर वो ये नीचे के विषय को बताने के से पहले पौलुस बताना चाहता है कि तुम लोग इस विषय में तुम लोग बुद्धिमान होना चाहिए। അപ്പോൾ അവിടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളും കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ ഒരു വലിയ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ വീണ്ടും ചിന്തിക്കുകയും അതിനായി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഭൂതങ്ങളുടെ മേശയായി തീരുന്നത്? ऐसा कैसा हो सकता है कि ये मेज जब हम लोग जहां पर हम लोग प्रभु के बारे में सोचते हैं, प्रभु के बारे में ध्यान करते हैं, प्रभु का कष्टों को हम याद करते हैं, ऐसे समय में कैसा हो सकता है कि वो दुष्टात्मा का मेज हो सकता है? ഇവിടെ കർത്താവിന്റെ ദാസൻ കൊടുക്കുന്ന വാണിംഗ് ഇങ്ങനെയാണ്, നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതത്തിന്റെ മേശയിലും പങ്കാളിയാകുന്നത്. ഇപ്പോൾ ഒരു ലോക്കൽ അസംബ്ലിയിൽ കർത്തൃമേശ മുറിക്കാൻ വരുമ്പോൾ കുറച്ചു പേർക്ക് അത് ഭൂതങ്ങളുടെ മേശയും കുറച്ചു പേർക്ക് അത് കർത്തൃമേശയും അല്ല. അങ്ങനല്ല പൗലോസ് പറയുന്നത്. तो यहाँ पर 21 में जब पढ़ते समय में वहां पर पौलुस वहां पर कहना चाहता है कि तुम लोग ये प्रभु का मेज और ये दुष्टात्मा का मेज दोनों का तुम लोग सहभागी नहीं हो सकते। तो पौलुस यहाँ पर बोलते समय में कुछ लोग आते मंडली स्थानीय मंडली में जब प्रभु मेज भाग लेते समय में कुछ लोगों के लिए वो प्रभु का मेज है और कुछ लोगों को दुष्टात्मा का मेज है, ऐसा ऐसा नहीं वो उद्देश्य से कह रहा। എന്നാൽ ഈ കർത്താവിന്റെ മേശയിൽ പങ്കെടുത്തവരെ അതിന്റെ യോഗ്യതയില്ലാത്ത രീതിയിൽ വേറെ സ്ഥലത്ത് പോയിട്ട് കർത്താവിന്റെ ആണെന്നുള്ള ബോധ്യത്തിൽ അവരെ പങ്കെടുക്കുമ്പോൾ അത് ഒരുപക്ഷെ ഭൂതങ്ങളുടെ മേശയാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ വകതിരിവിനെ നമുക്ക് തിരിച്ചറിയാൻ ചില നിർദ്ദേശങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. परंतु जो लोग प्रभु के लोग हैं, वो लोग प्रभु का मेज का भाग लेने के बाद फिर दूसरे जगह पर जाकर अन्य मंडली में जाकर या अन्य संस्था पे जाकर वो लोग ये प्रभु मेज है सोचकर वो लोग भाग लेते हैं, ऐसा अवस्था को कहता है कि वो लोग दुष्टात्मा का भाग ले रहे हैं। इसलिए पहचानना बहुत जरूरी है कि सही प्रभु मेज का तुम भाग ले रहे हो कि नहीं। ഇപ്പൊ നമ്മൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ കർത്തൃമേശ പങ്കെടുക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും അമ്പലത്തിൽ പോയി ആ ഭൂതങ്ങൾക്ക് അർപ്പിക്കുന്ന മേശയിൽ പങ്കെടുക്കത്തില്ല. അത് അങ്ങനെ തന്നെയാണ്. എങ്കിൽ തന്നെയും ഒരു വിശ്വാസിക്ക് തെറ്റ് വരാവുന്ന ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിത്തിൽ തന്നെ ഈ മേശയോടുള്ള ബന്ധത്തിൽ അത് ഭൂതങ്ങളുടെ മേശയാണ് ചില ക്രിസ്ത്യാനികൾ നടത്തുന്നത്, ചിലര് സാക്ഷാൽ ലോക്കൽ അസംബ്ലിയുടെ തിരുവചന അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. तो ये तो सच है कि विश्वासी लोगों को अभी इतना पहचान हो चुका है कि विश्वासी बन जाने के बाद प्रभु का मंडली का भाग लेने के बाद फिर वो थोड़ी वो मंदिर में जाएगा या अन्य मूर्तियों का मंदिर में जाएगा और वहां का प्रसाद लेकर या वहां के चीजों को लेकर दुष्टात्मा का भाग लेता है। उस रीति से तो वो नहीं करेगा क्योंकि उसको समझ आ चुका है। परंतु विश्वासी कि इस दुनिया में जहां पर लोग
मंडली में जो रहते समय में यहाँ क्या अभी ऐसा अवस्था में हम जी रहे हैं, ऐसा जमाने में जी रहे हैं कि जहां पर सचमुच कुछ मंडली के लोगों ने ही या अपना मंडली को ही वो लोग ने दुष्ट जो मेज वो लोग रखते हैं वो दुष्टात्मा का मेज को बोध्य में वो लोग ने रखा है। നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ കത്തോലിക്ക സഭ കൂടി വരുമ്പോൾ അവര് കർത്തൃമേശ വയ്ക്കുന്നത് അതിനെ കോൺസബ്സ്റ്റാൻസിയേഷൻ, വസ്തുമാറ്റം, അതായത് ആ പുരോഹിതൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അപ്പവീഞ്ഞുകൾ അക്ഷരീയമായ രക്തവും അക്ഷരീയമായ മാംസവും, യേശുവിന്റെ അക്ഷരീയമായ മാംസവും രക്തവുമായി മാറുന്നു എന്ന വിശ്വാസമാണ്. ഇത് തികച്ചും ദൈവികമല്ല, അത് ദൈവത്തിന്റെ അല്ലാത്ത ഒരു പ്രാകൃത രീതിയാണ്. उदाहरण के लिए हम देखा जाए तो मसीह धर्मों में एक सबसे बड़ा जो धर्म जो मसीह धर्म लोग है जो है कैथलिक धर्म, वो लोग जानते हैं कि जब भी वो लोग एकत्र होते हैं समय में वो लोग जिसको यूक्रिस्ट कहते हैं, वो लोग क्या करते हैं कि जब उनका उनका वो फादर या उनका वो पास्टर आके जब प्रार्थना करते हैं समय में जिस रोटी के लोग प्रार्थना किए तुरंत प्रार्थना करने के बाद वो लोग ये विश्वास करते हैं कि ये रोटी अभी सचमुच यीशु का शरीर बन चुका है और यह दाखरस सचमुच यीशु का लहू बन चुका है बोलकर इस तरह बदल गया। जो रोटी था वो शरीर में बदल गया और जो दाखरस था वो लहू में बदल गया। इस तरह का विश्वास वो करते हैं। इस प्रकार का विश्वास को हम जानते हैं कि वो शैतानी है। ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന്റെ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ पहला कोरिन्थी 10:16 जब हम पढ़ते समय में അവിടെ ഒരു വികാരിയോ ഒരു പാസ്റ്ററോ ആ അപ്പത്തിനായിട്ട് പ്രാർത്ഥിക്കുകയല്ല, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം എന്നാണ്. അവിടെ നാം സഭയായിട്ട് മൊത്തമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹ പാത്രത്തെയാണ് അവിടെ നമ്മൾ കാണുന്നത്. तो यहाँ पर वाक्य 16 पढ़ते समय में कि वे धन्यवाद का वो कटोरा जिस पर हम धन्यवाद करते हैं करके कहा। तो यहाँ पर आके कोई पास्टर या कोई बड़ा बुजुर्ग आकर या सेंट्रल पास्टर आके धन्यवाद करके आशीष करता है उसके बारे में नहीं कह रहा, बल्कि सभी भाइयों को ये स्वतंत्रता से वो लोग करने का विषय में कह रहा है। അപ്പോൾ കർത്തൃമേശയിൽ ശുശ്രൂഷയെ നമ്മൾ കർത്തൃമേശയിൽ വസ്തുവിന് അല്ലെങ്കിൽ അപ്പവീഞ്ഞുകൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില മാറ്റമാണ് പ്രധാനമായിട്ടും നമ്മൾ ദൈവസന്നിധിയിൽ ഓർക്കേണ്ടത്. इसलिए प्रभु मेज की उपस्थिति में आते समय में जो प्रभु मेज में जो वस्तुएं रखा है उसमें कुछ बदलावट नहीं आ रहा है, लेकिन जो उसका भाग ले रहे हैं उन लोग के जीवन में परिवर्तन होना जरूरी है। അതുകൊണ്ട് തിരുവചനത്തിൽ അടിസ്ഥാനപരമായി പറഞ്ഞിരിക്കുന്ന 3-4 കാര്യങ്ങൾ നമ്മൾ എല്ലാ തിരുമേശയിലും നമ്മൾക്ക് അതിന്റെ ആ വചനത്തോട് അടിസ്ഥാനമായി ഒരു നല്ല ജ്ഞാനം ഉണ്ടായിരിക്കണം, വിവേകം ഉണ്ടായിരിക്കണം. इसके लिए प्रभु मेज की उपस्थिति में आते समय में वचन के अनुसार हर एक विश्वासी को एक अच्छा बोध और सुबोध मन से जानकारी प्राप्त कर का बोध्य में रहकर आने का बहुत जरूरी है। അതുകൊണ്ട് ആദ്യമായിട്ട് ഇത് നമ്മൾ ഇതിന് വായിക്കുന്നത് ഇത് ഒരു കോ മെമ്മോറിയൽ ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ഓർക്കുന്ന, സഹകരിച്ച് എല്ലാ വിശുദ്ധന്മാരും കൂടെ ഓർക്കുന്ന ഒരു കോ മെമ്മോറിയൽ ശുശ്രൂഷയാണ് കർത്തൃമേശ എന്ന് നമ്മൾ 1 കൊരിന്ത്യർ 11-ന്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 11-ന്റെ 24-25. पहला कोरिन्थी 11 अध्याय जब पढ़ते समय में उसका 24-25 पढ़ते समय में सबसे पहले बात ये बताना चाहता है कि प्रभु में जो है वो एक स्मरण का भाग है, यानी कि सभी विश्वासी लोग मिलकर एक साथ होकर एक मन होकर उस प्रभु यीशु मसीह को स्मरण करते हैं, जो 24-25 वाक्य पढ़ते समय में हमको मालूम पड़ता है। അപ്പൊ ആദ്യം തന്നെ കർത്താവ് ഇൻ റിമെമ്പറൻസ്, അപ്പം നമ്മുടെ ഓർമ്മ ആ വസ്തുവകയ്ക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ മേശയിലുള്ള അപ്പവീഞ്ഞുകൾക്കല്ല മാറ്റം, ഈ വരുന്ന വ്യക്തിക്ക് മനസ്സിൽ മാറ്റം വരണം. കാരണം താൻ യാത്ര ചെയ്ത് വരുന്നു, കഴിഞ്ഞ ദിവസം അവൻ രോഗത്തിലായിരിക്കാം, പല സാഹചര്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് മാറ്റേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ ഓർക്കാൻ പോവുകയാണ്, യേശു ക്രിസ്തുവിനെ ഓർക്കുകയാണ് എന്നുള്ള മാറ്റം ആദ്യം ഈ പങ്കെടുക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകണം. तो मेरे स्मरण के लिए तुम लोग ये किया करो करके बोलते समय में तो प्रभु का मेज की उपस्थिति में आते समय में मेज का वस्तु में नहीं बदलावट आ रहा, बल्कि जो उस मेज का भाग लेने के लिए आते समय में वो व्यक्ति को ये बोध्य होना है कि मुझे किस रीति से किस मनोभावना से आना है, क्योंकि गए हफ्तों में वो कमजोर हुआ रहेगा, उसमें कोई बीमारियां रहेगा, कोई तकलीफ रहेगा, वेदना रहेगा, ये सब अवस्था में होते समय में उसका मन सचमुच प्रभु का उस स्मरण में यादगार में वो भाग ले रहा है कि नहीं, ये बात वो व्यक्ति को जांच कर भाग लेना है। അപ്പോൾ അത് ലൂക്കോസ് 22-ന്റെ 19-ാം വാക്യത്തിൽ കർത്താവ് നേരിട്ടത് പറയുകയാണ്, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിന്റെ കാൽവറി ക്രൂശിലെ മരണവും അവന്റെ പുനരുദ്ധാനവും നമ്മുടെ പാപക്ഷമയ്ക്ക് വേണ്ടിയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും കർത്താവ് ചെയ്തതാണ് നമ്മൾ ഓർക്കുന്നത്.
इसलिए लूका 22 में जब पढ़ते समय में डायरेक्टली प्रभु इस विषय में कहते समय में वो मेरे स्मरण में तुम लोग भाग लेना, मतलब क्या कि प्रभु यीशु मसीह ने कलवरी क्रूस में मेरे पापों के लिए जो बलिदान हुआ, जो क्रूस में उन्होंने लहू बहाकर जो कार्य किया है, उस बात का बोध है प्रभु ने हमारे लिए किया है करके प्रभु प्रभु स्वयं कहता है। അപ്പൊ നമ്മള് ഒന്ന് കൊരിന്ത്യർ 15 അധ്യായത്തിൽ ആദ്യം നമ്മൾ വായിക്കുന്നുണ്ട്. पहला कोरिन्थी 15 अध्याय में हम पढ़ते हैं 2ാം വാക്യം, दूसरा वाक्य, അല്ലെങ്കിൽ 3ാം വാക്യം വായിക്കാം. उसका तीसरा वाक्य 3 पढ़े। इसी कारण मैंने सबसे पहले तुम्हें वही बात पहुंचा दी जो मुझे पहुंची थी कि पवित्र शास्त्र के वचन के अनुसार यीशु मसीह हमारे पापों के लिए मर गया ഓക്കെ, തിരുവെഴുത്തിൻ പ്രകാരം 3ാം നാൾ ഉയർത്തെഴുന്നേറ്റു. वाक्य 4 पढ़ना। और गाड़ा गया और पवित्र शास्त्र के अनुसार तीसरे दिन जी भी उठा। അപ്പൊ കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം നമുക്ക് അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ കാര്യം കർത്താവിൽ നിന്നും ഞാൻ പ്രാപിച്ചു നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു എന്ന് ആദ്യോടെ പറയുകയാണ്. ആദ്യമായിട്ടെന്ന് പറയുന്നുണ്ട്, ഫസ്റ്റ്. इसके लिए यह बात कि यीशु मसीह पवित्र शास्त्र के अनुसार वो क्रूस पर मारा गया, पवित्र शास्त्र के अनुसार गाड़ा गया और पवित्र शास्त्र के अनुसार तीसरे दिन जी उठा करके, ये बात सबसे पहला मैं तुम लोगों को सुसमाचार के अनुसार बताता हूं जो मुझे बताया गया था। ഇതേ കാര്യം തന്നെയാണ് കർത്തൃമേശയിലും 11ാം അധ്യായത്തിന്റെ 23ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. यही बात 11 अध्याय का 23वां वाक्य में भी पौलुस वहां पर पहले कोरिन्थी में कहता है। അതെന്താണ്? वो क्या है? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നെന്നാൽ. पढ़ना तेज। क्योंकि यह बात मुझे प्रभु से पहुंची और मैंने तुम्हें भी पहुंचा दी कि प्रभु यीशु ने जिस रात वो पकड़वाया बस बस बस, तो वही रात को जब पकड़वाते समय प्रभु को ये पौलुस को ये बात मिला और जो बात वो कोरिन्थी लोगों को बता रहा है। അപ്പോൾ ഇവിടെ കർത്താവിനെ ഓർക്കുക എന്നുള്ള അതിമഹത്തായ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ നമ്മുടെ ഇച്ഛയിലെ വികാരങ്ങളിലെ നിറഞ്ഞു നിൽക്കേണ്ട ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. സഭയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, സഭയിലെ പ്രധാനിയായിരിക്കുന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രങ്ങളല്ല, ഏതെങ്കിലും ഒന്നുമല്ല. യേശു ക്രിസ്തു ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് ദൈവിക ആരാധനയുടെ അല്ലെങ്കിൽ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന് ആദ്യമേ നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റമാണ്. അത് അപവീഞ്ഞുകളല്ല മാറ്റം വരുന്നത്, നമ്മൾക്ക് മാറ്റം ഉണ്ടാകണം. तो सबसे पहला बात, आराधना करने वाला व्यक्ति, जब प्रभु मेज की उपस्थिति में अपना हाथ फैलाने वाला व्यक्ति, वो बात ये पहचान में आ रहा है और वो ये बात को स्मरण करके आ रहा है कि प्रभु यीशु मसीह का कार्य, प्रभु यीशु मसीह ने जो उसके जीवन में किया हुआ कार्य को देखकर आ रहा है, तो उसके लिए उसका स्थान में सिर्फ प्रभु यीशु मसीह होना चाहिए। कोई व्यक्ति नहीं हो सकता, कोई पास्टर नहीं हो सकता, कोई सेंट्रल पास्टर, कोई फादर नहीं, या कोई चित्र नहीं, कोई क्रियाक्रम नहीं, बल्कि वो व्यक्ति ये समझ कर आ रहा है, मतलब उसने अपने अभी तक जो भी समझा था वो सब बात से हटकर प्रभु यीशु मसीह को वो स्मरण करते हुए वो आ रहा है। അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത്, ദൈവത്തോട് ഒരു വ്യക്തി അടുക്കുമ്പോൾ ആദ്യം കാണുന്നത് യാഗപീഠവും യാഗപീഠത്തിൽ ഒരു വസ്തുവുമാണ്. हम देखते हैं कि पुराने नियम में जब कोई वेदी के पास आते हैं समय में, तो वो उस मंदिर के पास आते ही सबसे पहला उसको वेदी दिखता है, वो वेदी और उसके ऊपर रखने वाला वस्तु को वो देखकर वो आता है। ഇവിടെ വിശ്വാസിയുടെ മുമ്പിൽ, ഇന്ന് ദൈവത്തിന്റെയും വിശ്വാസിയുടെ മുമ്പിൽ യേശു ക്രിസ്തു തന്നെയാണ് ആ യാഗപീഠം, യേശു ക്രിസ്തു തന്നെയാണ് യാഗപീഠത്തിലെ വസ്തു. पर आज नए नियम में परमेश्वर की उपस्थिति में आते समय में वो व्यक्ति, वो आराधक व्यक्ति क्या देख रहा है कि यीशु मसीह ही उसका वेदी है और यीशु मसीह ही उस वेदी के ऊपर रखने वाला वस्तु है। അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഒരു യാഗപീഠം പണിയുമ്പോൾ അവർ ആ യാഗപീഠത്തിന് അടുക്കുമ്പോൾ അതിന്റെ അടുക്കൽ യാതൊരു ബിംബവും പാടില്ല എന്ന് വളരെ നിഷ്കർഷിച്ച് മോശയുടെ പ്രമാണത്തിൽ പറയുന്നുണ്ട്. इसके लिए परमेश्वर ने पुराने नियम में जब वो लोग को वेदी बांधते समय में, मिलाप वाला तंबू, सब तंबू बांधते समय में कोई भी प्रकार का मूर्ति या कोई भी प्रकार का रूप नहीं बनाना करके एक सख्त चेतावनी के रूप में परमेश्वर ने पहले ही उनको आज्ञा दिया गया था। അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അല്പം നിഷ്കർഷിച്ച് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ട ചിത്രം ഏതെങ്കിലും ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് ക്രൂശിക്കിടക്കുന്ന രൂപമല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഹോളി സ്പിരിറ്റ് തരുന്ന ആശയമാണ് എന്തിനു വേണ്ടി യേശു മരിച്ചു എന്നുള്ളതാണ്.
इसके लिए ये तत्व को रखते हुए नए नियम के विश्वासी लोग जब भी प्रभु के मेज की उपस्थिति में आते समय में, वो मेज के सामने आकर समय में कोई भी यीशु मसीह क्रूस उठाने वाला चित्र, यीशु मसीह पाप उठाने वाला चित्र, इस तरह के चित्रों को देखकर नहीं वो याद कर रहा, लेकिन वो जब मेज की उपस्थिति में आते समय में जब वो ध्यान करता, मनन करता है, पवित्र आत्मा उसको यीशु मसीह के बारे में क्या दिखाया है, वही बात को वो देखकर वो समर्पण कर रहा है और उस प्रभु को स्मरण कर रहा है। നമുക്ക് ആവർത്തന പുസ്തകം ഡ്യൂട്ടറോണോമി 16ന്റെ 21 22 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 16 व्यवस्था विवरण 16 का 21 और 22 जब पढ़ते समय में हम देखते हैं, पढ़ना 21-22। तो अपने परमेश्वर यहोवा की जो वेदी बनाएगा उसके पास किसी प्रकार की लकड़ी की बनी हुई अशेरा का स्थापना न करना और न कोई लाट खड़ी करना, क्योंकि उससे तेरा परमेश्वर यहोवा घृणा करता है. അപ്പോൾ അവിടെ രണ്ട് പ്രധാന ഒരു അശേര പ്രതിഷ്ഠ എന്നുള്ളത് എല്ലാ ബൈബിളിലും ആ ട്രാൻസ്ലേഷൻ വന്നിട്ടില്ല. ഒന്നിന്റെയും ഒരു ഇമാജിനറി ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേക്രട്ട് ആയിട്ടുള്ള വിശുദ്ധമായെന്ന് തോന്നിക്കുന്ന ഒന്നിന്റെയും രൂപം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവിടെ ആദ്യമായിട്ട് പറയുന്നത്. तो वहां पर अशेरा का स्थापना वहां पर ना करे करके बोलते समय में उसका अर्थ यह है कि कोई भी प्रकार का रूप या कोई भी आकार या ऐसा एक आकार देगा तो पवित्र हो जाएगा, ये चीज अगर वहां पर रखेगा तो पवित्र हो जाएगा, इस तरीके का कोई भी प्रकार का जो मनुष्य का मन में आया हुआ स्वयं रीति से, काल्पनिक रीति से जो अपने आप को पवित्र चीज रूप दे सकता है करके, ऐसा कोई भी चीज उस वेदी में नहीं बनाना करके आज्ञा दिया है. രണ്ടാമത് എന്തെങ്കിലും ശിലാസ്തംഭം എന്ന് പറഞ്ഞാൽ മെമ്മോറിയൽ ആയിട്ട് എന്തെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ക്രിസ്തു അല്ലാത്ത എന്തെങ്കിലും ചിത്രമോ രൂപമോ ഭാവമോ ഹൃദയത്തിൽ കൊണ്ടുവരാൻ പാടില്ല. और कोई भी प्रकार का लाट कड़ी नहीं करना करके वहां पर बोला. मतलब क्या है कि क्या एक ऐसा रूप को देख कर कि याद आए कि ये ऐसा है करके, ऐसा याद दिलाने वाला कुछ भी ऐसा रूप या आकार वहां पर नहीं बनाना. അപ്പൊ നമ്മളിവിടെ അശേര പ്രതിഷ്ഠ എന്ന് നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ കാലത്ത്, പ്രത്യേകിച്ച് ജഡ്ജസിന്റെ സമയത്ത് അല്ലെങ്കിൽ തുടർന്ന് രാജാക്കന്മാരുടെ സമയത്തൊക്കെയും ഇസ്രായേൽ മുഴുവനും നിറഞ്ഞു നിന്ന ഒരു ബിംബമാണ് അശേര പ്രതിഷ്ഠ എന്നുള്ളത്. तो जो अशेरा का स्थापना ना करे करके बोलते समय में जब हम लोग देखते हैं कि न्याय की पुस्तक में जब पढ़ते समय में वो एक ऐसा जमाना था कि वो लोग सब प्रकार का अशेरा का वो लोग रूप रेखकर स्थापना करने के बीच में मध्य में वो लोग रहते थे. അത് ജഡ്ജസ് 2:13 നമ്മൾ വായിക്കുമ്പോൾ അസ്തരോത്തിനും ബാൽ വിഗ്രഹത്തിനും ജനങ്ങൾ ബിംബം ഉണ്ടാക്കി എന്നുള്ളതാണ് ആദ്യം നമ്മൾ കാണുന്നത്. न्याय का पुस्तक उसका 2:13 पढ़ते समय में वहां पर हम देखते हैं कि बाल को और अस्तरेत का देवता देवियों के ऊपर वो लोग मूर्ति बनाते थे. ഈ അസ്തരോത്താണ് പിന്നീട് അശേര പ്രതിഷ്ഠയായിട്ട് മാറുന്നത്. तो ये जो यहाँ पर अस्तरोत करके जो मूर्ति है वही आगे चलकर अशेरा का स्थापन जो रूप का स्थापना बन गया. നമ്മള് ജഡ്ജസ് 6:25 ഗിദെയോനോട് കർത്താവ് പറയുന്നുണ്ട്, നിന്റെ പിതാവ് സ്ഥാപിച്ച അശേര പ്രതിഷ്ഠ വെട്ടിക്കളയണം. നമ്മൾ ആ ഭാഗം വായിക്കുന്നില്ല, നമ്മളത് പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഗിദെയോനെ ദൈവം വിളിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് നിന്റെ അപ്പൻ സ്ഥാപിച്ച അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയണം. കാരണം ദൈവത്തിന്റെ ദേവാലയത്തിന്റെ അടുക്കൽ, ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ അടുക്കൽ അശേര പ്രതിഷ്ഠകൾ സ്ഥാപിക്കുന്ന ഒരു പ്രവണത ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. ആറിന്റെ ജഡ്ജസ് 6:25 न्याय का पुस्तक उसका 6:25 पढ़ते समय में 25-26 में जब वहां पर परमेश्वर गिदियोन को बुलाते समय में, तो वहां पर प्रभु खास रीति से गिदियोन को यह बात याद दिलाता है कि तुम्हारे पिता ने जो भी अशेरा का मूर्ति या बाल के विषय में जो भी वेदियां बनाया था उस सबको तोड़ देना करके अशेरा के देवों के पास जो भी चीजें हैं जिसका रूप है उसको काट डालना करके परमेश्वर ने उसको वाणी दे दी. क्योंकि उस समय के लोगों ने वो लोग जो भी कार्य वो लोग करते समय में अशेरा का मूर्ति का रूप और आकार और याद उसको देखकर वो लोग याद कर सके देवियों को, इस रीति का चित्र वो लोग बनाने का संविधा में वो लोग जीते थे. ഇത് കനാൻ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഗോഡസസ് ആണ്. ഒരു ഇസ്രായേൽ മക്കൾ വരുന്നതിന് മുമ്പ് തന്നെ കനാൻ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഗോഡസസ് ആണ്. तो ये कनान देश में वो लोग ये था ये रिवाज, जब बोले इजराइल लोग कनान देश में आने से पहले ही उस देश में पहले से ही ये लोग उधर के लोग अन्य जाति लोग करते थे. കാലക്രമത്തിൽ അത് ബാബിലോണിയരുടെ ഇടയിലും ഗ്രീക്കുകാരുടെ ഇടയിലും റോമൻസിന്റെ ഇടയിലും ഈ ഇതിന് പ്രത്യേകമായിട്ടുള്ള സ്ഥാനം ലഭിച്ചു. आगे आगे चलकर बाबिलोन के द्वारा, रोम के द्वारा, इस तरह का जैसे जैसे आगे आगे अधिकारियां आते रहे वो लोग भी यही रूप को, यही तत्वों को मानकर चलते थे.
ബാബിലോണിയർ ഇതിനെ ഇസ്താർ എന്ന് വിളിക്കപ്പെടുന്നു. बाबिलोन के लोग उसको इश्तार करके बुलाता है. ഗ്രീക്കുകാരനെ അഫ്രോഡൈറ്റ് എന്ന് വിളിക്കുന്നു. ग्रीक के लोग उसको एफ्रोडाइटी बुलाता है. റോമക്കാരനെ വീനസ് ഗോഡ് എന്ന് വിളിക്കുന്നു. और जो रोम के लोग हैं उसको वीनस का देवता बोलते थे. ഇസബേൽ രാജ്ഞി അല്ലെങ്കിൽ ആഹാബിന്റെ ഭാര്യ ഈ പ്രതിഷ്ഠയെ കൊണ്ടുവന്ന് ഇസ്രായേൽ മുഴുവനും പ്രതിഷ്ഠിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. और इजबेल रानी जो अहाब राजा का जो पत्नी है, रानी है जिजेबेल रानी, उसने भी इस तरह का मूर्तियों को लाकर सारे इजरायली लोगों को मूर्ति पूजा के पीछे लगाया था करके ये बात को हम देखते हैं. അപ്പൊ ഇങ്ങനെയുള്ള യാതൊരു നിലയിലുള്ള ഒന്നിന്റെയും ചിത്രം മനസ്സിൽ കാണുകയോ ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് ആദ്യമേ പറയുന്നത്. तो इसीलिए वहां पर पहले से ही वहां पर जब व्यवस्था विवरण का आज्ञा देते समय में, वेदी बनाते समय में कोई भी प्रकार का रूप, कोई भी प्रकार का आकार, कोई भी प्रकार का स्तंभ, कोई भी प्रकार का स्थापना ऐसा कुछ भी ना करे करके पहले से ही परमेश्वर ने उनको वाणी दिया था. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡീറ്റിയുടെ ഏതെങ്കിലും ദൈവങ്ങളുടെ या मतलब कोई भी देवता और देवियों का रूप या आकार या चित्र, चेहरे का चित्र जिसको देखकर याद है, ऐसा कुछ भी चित्र ना बनाए. ഏതെങ്കിലും വിശുദ്ധന്മാരെ അല്ലെങ്കിൽ മറിയയുടെ അല്ലെങ്കിൽ യേശുവിന്റെ തന്നെ രൂപം ആ രീതിയിൽ സങ്കല്പിച്ച് നമ്മള് മേശയുടെ മുമ്പിൽ അത് പ്രതിഷ്ഠിക്കാൻ പാടില്ല. यहाँ तक कि कोई भी पवित्र लोग है बोलकर ये पवित्र लोग है, बाइबल में इसका नाम आया है इसलिए इसका रूप बनाओ, या मरियम का रूप बनाओ, यहाँ तक कि यीशु का भी रूप बनाओ बोलकर जब लोग आए तो भी प्रभु मेज के सामने ऐसा कोई भी रूप और आकार देकर चीजों को नहीं बनाना चाहिए. നമ്മുടെ ഇടയിൽ അങ്ങനെ സാധ്യതയില്ല. എങ്കിലും രണ്ടാമത് വായിക്കുന്ന അതായത് 16 ആവർത്തന പുസ്തകം 16 22 വാക്യത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. तो हमारे सामने हम तो जानते हैं हम मसीह लोग हैं, हम लोग ऐसा कोई भी रूप या मूर्ति तो नहीं बनाते करके. इसे व्यवस्था विवरण 16 का 21 का विषय में जो अशेरा का जो स्थापना करना वो तो हम नहीं करते. लेकिन 22वां वाक्य में वहां पर एक बात वहां पर जो कहता है व्यवस्था विवरण 16 का 22 में, ശിലാസ്തംഭം നാട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ആണ് എന്നുള്ള നമ്മളെ തന്നെ എന്തോ ഒരു വ്യക്തിയായിട്ട് കർത്താവിന്റെ മേശയുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നതാണ്. നമ്മൾ എന്തോ ഒരു പ്രധാന വ്യക്തിയാണ് എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം वहां पर जो 22 में ना कोई लाट खड़ी करना करके, तो लाट खड़ी करना मतलब क्या, को वो व्यक्ति जो आराधना करने आने वाला है वो ये मनोभावना में आ रहा है कि मैं कोई बड़ा आदमी हूं, मैं कोई बड़ा चीज हूं, मैंने कुछ बड़ा कार्य किया है, ऐसा कुछ सेवा किया है बोलकर इस तरह का मनोभावना भी ना रखे करके प्रभु वहां पर कहना चाहता है. ഇവിടെ 1 ശമൂവേൽ 15 വാക്യത്തിൽ पहला शमूएल 12 का 22 में, അല്ലല്ല 15:12 सॉरी 15 का 12 में, അവിടെ അമാലേക്കരെ മുഴുവൻ നശിപ്പിച്ച് കളയാനായിട്ട് ദൈവം ശമൂവേൽ മുഖാന്തരം ശൗലിനോട് പറയുന്നുണ്ട്. वहां पर पूरा अमेलेक के जाति को नाश करो करके परमेश्वर शमूएल के द्वारा शाऊल राजा को बताना करके कहा. എന്നാൽ അവൻ എല്ലാം നശിപ്പിക്കാതെ ഏറ്റവും അതായത് അതിന്റെ 15:9 വാക്യത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, परंतु शाऊल राजा जब जाकर वहां पर युद्ध लड़ने के बाद जो अच्छी चीजें था उसको बचा के रखा करके पहला शमूएल 15 का 9 पढ़ते समय में हम देखते हैं. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട് മാട് തടിച്ച മൃഗം എന്നിവയാൽ മേൽത്തരമായവയും കുഞ്ഞാടികളെയും ഉത്തമമായതിനെയും ഒക്കെയും നിർമ്മലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായതിനൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പം എന്നിട്ട് താൻ യുദ്ധത്തിൽ ജയിച്ചവനാണെന്നുള്ള രീതിയിൽ തന്റെ ഓർമ്മയ്ക്കായി ഒരു ശിലാസ്തംഭം സ്ഥാപിച്ചത് അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ 12 വാക്യം. 9 पढ़ना पहला. परंतु अगाग पर और अच्छी से अच्छी भेड़ बकरियां, गाय बैलों, मोटे पशुओं और मेमनों और जो कुछ अच्छा था उनका शाऊल और उसकी प्रजा की कोमलता की और उन्हें सत्यानाश करना न चाहा, परंतु जो कुछ तुच्छ और निकम्मा था उसको उन्होंने सत्यानाश किया. तो जो अच्छा था बोलकर उसने संभाल के रखने के बाद वाक्य 12 में पढ़ते समय में हम देखते हैं कि शाऊल राजा ने क्या किया, उसने कुछ बड़ा काम किया है बोलकर दिखाने के लिए शमूएल के पास आकर वीर कार्य बताता है, जो वाक्य 12 में हम पढ़ते हैं. അപ്പോൾ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തതുപോലെ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നമ്മളിൽ എന്തോ ഒരു ഇമേജ് ഉണ്ടാക്കി നമ്മളൊരു പ്രധാന വ്യക്തിയാണെന്ന് തോന്നുമ്പോൾ കർത്താവ് ഉദ്ദേശിച്ച കാര്യം നമ്മളിൽ നടക്കുന്നില്ല. കാരണം ജഡത്തിന്റെ പ്രവൃത്തികളെ കാൽവരി ക്രൂശിൽ കർത്താവ് നശിപ്പിച്ചു, അല്ലെങ്കിൽ അതിനെ എന്നേക്കുമായിട്ട് അവനെ അവസാനിപ്പിച്ചു എന്നതാണ് ക്രൂശ്. അപ്പൊ ആ ക്രൂശിൽ കർത്താവ് തന്നെ യാഗമായി തീർന്നപ്പോൾ
നമുക്ക് വേണ്ടിയുള്ള എല്ലാ യാഗങ്ങളും, പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളും അവസാനിപ്പിച്ചപ്പോൾ നാം ഈ പ്രവൃത്തി ചെയ്ത മശിഹയെയാണ് ദൈവസന്നിധിയിൽ നമ്മൾ ഓർക്കുന്നത്. इसके लिए हम लोग प्रभु मेज की उपस्थिति में आते समय में मैंने कुछ वीर कार्य किया है, मैंने कुछ बड़ा काम किया है, मैंने कुछ धर्म का काम किया है, मैंने दान दिया है, ये किया वो किया है बोलकर अपने आप को वो बड़ा कर कर आने वाला स्वभाव परमेश्वर पसंद नहीं करता, उसको घृणित करता है। क्योंकि ऐसा कोई भी चीज जो अपना स्वयं को ऊंचा करने वाला बात परमेश्वर पसंद नहीं करता, क्योंकि क्रूस में हमारा जो स्वयं है, हमारा अहंकार है, उस सब को प्रभु ने क्रूस में खत्म करके, प्रभु का बलिदान का खासियत क्या है कि उस बलिदान में हम लोग प्रभु को याद करते हैं। प्रभु ने हमारे लिए किया हुआ कार्यों को हम लोग स्मरण करने का वो जगह है, वो कार्य है जो क्रूस में प्रभु ने हमारे लिए किया, उसका बलिदान हुआ है। उस बलिदान को हम लोग याद कर रहे, स्मरण कर रहे। हमारा स्वयं का कोई भी चीज नहीं, तो वो सब स्वयं का चीज को मरकर प्रभु ने हमारे लिए क्या किया है, वो बात को याद करना है। सच्चा प्रभु मेज की उपस्थिति में याद करने वाला, प्रभु को स्मरण करने वाली बात है। അപ്പൊ ഇതാണ് എന്റെ ഓർമ്മയ്ക്കായി ചെവീൻ എന്നുള്ള കർത്താവിന്റെ ആദ്യത്തെ തന്നെ അവന്റെ കൽപ്പന. इसलिए प्रभु का आज्ञा में ये बात बताया गया था कि मेरे स्मरण के लिए, मेरे यादगार में तुम्हें यह करना करके प्रभु ने प्रभु मेज के सामने आते समय में प्रभु ने कहा था। ഇനി രണ്ടാമതായിട്ട് കർത്താവ് നമുക്ക് തരുന്ന, അതായത് നമ്മുടെ പുതിയ ഉടമ്പടിയുടെ ഗ്യാരണ്ടിയാണ്. അതായത് നമുക്ക് ലൂക്കോസ് സുവിശേഷം 22-20 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, और फिर दूसरी बात जो प्रभु ने वहां पर कहा था कि वो था कि नए नियम का वाचा का जो प्रभु हमसे बांध रहा है, उसको प्रभु ने हमको वो नए नियम का वाचा का स्थापना करने वाला है करके 22 का, लूका 22 का 20 में हम पढ़ते हैं। 20 पढ़े। इसी रीति से उसने बियारी के बाद कटोरा भी यह कहते हुए दिया कि यह कटोरा मेरे उस लहू में जो तुम्हारे लिए बहाया जाता है नई वाचा है। പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാണ്. ये एक नए नियम का वाचा है। അത് നമ്മൾ ഓർമ്മയിൽ വരികയാണ്. കാരണം ദൈവവുമായിട്ട് കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്ന ഉടമ്പടി, നമ്മുടെ രക്ഷയുടെ ഭദ്രത ഉറപ്പാക്കപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകത്തില്ല എന്ന് ദൈവമക്കളാണെന്നു എന്നുള്ളതിന്റെ പുതിയ ഉടമ്പടിയുടെ കരാറാണ് കർത്താവായ യേശു സ്ഥാപിച്ചതിന്റെ ഓർമ്മയാണ് നമുക്ക് അവിടെ കാണുന്നത്. तो यहाँ पर इसी रीति से प्रभु मेज की उपस्थिति में आते समय में ये एक नए नियम का वाचा है। मतलब प्रभु एक नया करार हमसे बांध रहा है कि क्योंकि प्रभु अभी हमसे पाप का लेखा हमसे ना लेते हुए हमें सर्वदा के लिए प्रभु ने हमें छुटकारा देकर हमें बचा लिया है, अभी हमारे ऊपर न्याय नहीं करके इस बात का वो स्मरण और याद का विषय में हमें बोध दिलाना चाहता है ये नया वाचा के द्वारा। അപ്പോൾ യേശുവിന്റെ മരണം ഒന്ന് അവന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തുടർന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ രക്ഷയുടെ ഉറപ്പിന്റെ കരാറിന്റെ ആ സെക്യൂരിറ്റി, അതിന്റെ ഗ്യാരണ്ടിയാണ് ഈ മേശ. രണ്ടാമത്, അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനം 9-ന്റെ 15, 16, 17 വാക്യങ്ങൾ യേശുക്രിസ്തു ഈ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുമ്പോൾ അവനുണ്ടായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് അവിടെ വായിക്കുന്നുണ്ട്. तो इसीलिए पहला हम लोग प्रभु ने हमारे लिए जो किया हुआ कार्य के विषय में कि वो नए नियम का वाचा प्रभु ने हमसे बांधा है, जिसके वजह से वो हमारा पापों का लेखा हमसे ना लेकर हमें छुटकारा दे दिया है करके ये पहला बात है जो हम लोग प्रभु मेज की उपस्थिति में हम वाचा में याद कर रहे हैं, उस मेज को याद कर रहे हैं जो एक नया वाचा है लहू के बहाने के द्वारा हम देखते हैं। और दूसरा हम लोग इब्रानियों का पुस्तक 9 का 15-16 में पढ़ते समय में इस नया वाचा में प्रभु यीशु मसीह हमारा महायाजक में जो प्रभु हमारे लिए जो कार्य किया है उस बात को वहां पर दिखाता है। 15, 16, 17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ इब्रानियों 9 का 15, 16, 17 पढ़े। और इसी कारण वह नई वाचा का मध्यस्थ है, ताकि उस मृत्यु के द्वारा जो पहली वाचा के समय के अपराधों से छुटकारा पाने के लिए हुई है, बुलाए हुए लोग प्रतिज्ञा के अनुसार अनंत मिरास को प्राप्त करें। 17 तक। क्योंकि जहाँ वाचा बांधी गई है वहाँ वाचा बांधने वाले की मृत्यु का समझ लेना भी अवश्य है, क्योंकि ऐसी वाचा मरने पर पक्की होती है, और जब तक वाचा बांधने वाला जीवित रहता है तब तक वाचा काम की नहीं होती। അപ്പം കർത്താവ് വരുവോളം അവരെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം യേശുക്രിസ്തു അതിന്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, നമുക്ക് നിത്യാവകാശം തരാൻ അല്ലെങ്കിൽ നിത്യമായ ജീവൻ തരാൻ ഒരു മധ്യസ്ഥൻ വേണം. ഈ മധ്യസ്ഥന്റെ മരണം അത്യാവശ്യമാണ്. ആ മരിച്ച ശേഷമാണ് ആ ഉടമ്പടി നിലനിൽക്കുന്നത്.
तो इसके लिए हम लोग प्रभु का वापस आने तक प्रभु का यादगार में उनका मृत्यु का हम घोषणा करते हैं। तो किस बात पर है कि प्रभु यीशु मसीह ने जो हमारे लिए जो प्रतिज्ञा किया उसके अनुसार अनंत मिरास को हम लोग प्राप्त करने के लिए प्रभु ने जो हमसे जो करार बांधा है उसके अनुसार है, और वो प्रभु ने अपना मृत्यु के द्वारा हमारे साथ वो बांधा है करके ये बात का हम लोग स्मरण कर रहे हैं। അപ്പം അവന്റെ 17-ാം വാക്യത്തിൽ വായിക്കുകയാണ്, 17 में हम पढ़ते हैं, കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പറയുകയാണ്, ഇത് എന്റെ രക്തത്തിന്റെ ഉടമ്പടിയാണ്. प्रभु जब जिंदा था तभी उन्होंने कहा था कि ये मेरा लहू का वाचा है। അത് മരിച്ച ശേഷമാണ് നിയമത്തിൽ വരുന്നത്, അത് ഉറപ്പായി വരുന്നത്. परंतु ये नियम कब पक्का होगा? जब वो वाचा पक्का होने के लिए बोलने वाला व्यक्ति का मृत्यु होना जरूरी है। അതാണ് 17-ാം വാക്യത്തിൽ, മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമായി വരുന്നത്, നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. हाँ, क्योंकि ऐसी वाचा मरने पर ही पक्का होता है। जब तक वो वाचा बताने वाला जिंदा रहता है तब तक वो पक्का नहीं होता, उस वाचा का कोई काम नहीं। അപ്പൊ നിയമം ഉറപ്പാക്കി, അല്ലെങ്കിൽ നമ്മുടെ രക്ഷ ഉറപ്പാക്കി, നമ്മളെ എന്നേക്കുമായിട്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന ദൈവത്തിന്റെ നിയമം ഉറപ്പാക്കുകയാണ് യേശുവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നുള്ളത്. तो उसने वाचा को पक्का किया, मतलब क्या? हमारा छुटकारा के लिए जो दाम का बातें था उन्होंने अपना मृत्यु के द्वारा उसने पक्का किया करके है, जिसके हम कहते हैं कि उसका मृत्यु, तो उनका मृत्यु का घोषणा करना उनके वापस आने तक। അപ്പൊ നമുക്ക് 1 കൊരിന്ത്യർ 11:26 വായിക്കാം. पहला कोरिन्थी 11 अध्याय फिर से पढ़ेंगे। അപ്പൊ കർത്തൃമേശയിലെ ഏറ്റവും കാർഡിനൽ ആയിരിക്കുന്ന ഒരു സത്യമാണ്, കാരണം നിയമം ഉറപ്പാക്കുകയാണ്. നിയമകർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് ഉറപ്പില്ല. ആ നിയമകർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവവുമായി ഉടമ്പടി ചെയ്തു, നിത്യാവകാശികളായി തീർന്നു എന്നതിന്റെ ഗ്യാരണ്ടി ആയിട്ട് യേശുവിന്റെ മരണത്തെ പ്രസ്താവിക്കണം. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 11:26. इसके लिए पहला कोरिन्थी 11 का 26 जब पढ़ते समय में कि प्रभु ने हमसे जो वाचा बांधा है, वो वाचा बांधने वाले का मृत्यु के द्वारा प्रभु ने उस वाचा को पक्का किया है। जो बात हम लोग उसको स्मरण कर रहे हैं, तो उनका मृत्यु के द्वारा क्या हो गया हमारे जीवन में, प्रभु ने हमको छुटकारे का जो दान दिया है वो हमारे जीवन में पक्का हो गया है करके उसका स्थापना में वो बात को हम लोग स्मरण करते हुए 26 में हम पढ़ते हैं कि प्रभु का वापस आने तक उनका मृत्यु को हम लोग घोषणा कर रहे हैं। ഇത് നമ്മളൊക്കെ മനസ്സിലുണ്ടാകേണ്ട മാറ്റം ഇതൊക്കെയാണ്. तो हमारे जीवन में जो आने वाला जो परिवर्तन है, जो हमें बदलना है, वो इस बातों पर है। അതിന്റെ 11:26, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുക എന്ന് പറയുന്നത് എബ്രായ ലേഖനം 9:15 മുതലുള്ള കാര്യങ്ങളിലാണ് അതിന്റെ മരണത്തിന്റെ പ്രാധാന്യത ഇരിക്കുന്നത്. पढ़ना पहला कोरिन्थी 11 का 26। क्योंकि जब कभी तुम यह रोटी खाते और इस कटोरे में से पीते हो तो प्रभु की मृत्यु को जब तक वह न आए प्रचार करते हो। तो प्रभु का मृत्यु को जब तक वो नहीं है, तो मृत्यु का किस बात का था? जो है हमने इब्रानियों का पुस्तक उसका 9 का 15, 16, 17 पढ़ते समय में उनका मृत्यु के द्वारा वो वाचा जो पक्का हुआ, उस पक्का होने से हमें जो छुटकारा मिला वो बात को हमें स्मरण करना है, वो बात का प्रचार हो रहा है। അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുടേതായ ആന്തരിക നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് ഇറങ്ങി ചെല്ലാതെ ബാഹ്യമായ ഒരു അപ്പം മുറിച്ചു, വീഞ്ഞിൽ പങ്കെടുത്തു, നമ്മളെ എഴുന്നേറ്റ് പോകുമ്പോൾ ഈ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു നന്മ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. तो इसलिए ये सब बातों को ना स्मरण करते हुए बस सामने एक रोटी रखा है, सामने एक दाखरस रखा है, चलो आओ पियो करके और तोड़कर थोड़ा प्रार्थना करके स्तुति करके जाते हैं बोलकर, ऐसा अंदरूनी बात का जो रहस्य का जो भेद का बात है, जो सच्चाई जो सोचना चाहिए था, वो बात को ना रखते हुए बाहरी रीति से अगर हम लोग कुछ करके गए तो वो आशीष का कटोरा और वो आशीष का रोटी जो हम लोग तोड़ते हैं उसका कोई भी आशीष नहीं मिलेगा। അതാണ് നിങ്ങൾ വിവേകികൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മള് 1 കൊരിന്ത്യർ 10:15 വാക്യത്തിൽ വായിക്കുമ്പോൾ, इसलिए हमने पहला कोरिन्थी 10 का 15 में जब हमने शुरुआत करते समय हमने पढ़ा था कि तुम लोग ये बुद्धिमान हो, जानकर तुम लोग ये बात को समझो। तो बुद्धिमान को ये बात जानना जरूरी है। അവിടെ എന്താണ് അതിന്റെ 16 വാക്യം? 16 वाक्य में നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം, तो धन्यवाद का जो कटोरा जिसको हम धन्यवाद करते हैं, നാം നുറുക്കുന്ന ക്രിസ്തുവിന്റെ അവന്റെ ശരീരം, നാം നുറുക്കുന്ന അപ്പം. അപ്പൊ നാം ആണ് അവിടെ നമ്മൾ കുടിക്കുന്ന, നമ്മൾ നുറുക്കുന്ന, ഇതിൽ രണ്ടിനുമാണ് പ്രാധാന്യം. അല്ലാതെ ഒരു ദൈവദാസൻ മുറിക്കുന്നതോ ദൈവദാസൻ എടുത്തു കൊടുക്കുന്നതിനോ അല്ല പ്രസക്തി അവിടെ. और वो रोटी जिसे हम तोड़ते हैं, तो एक है कि वो धन्यवाद करने, वो कटोरा जिसको हम धन्यवाद करते हैं और वो रोटी जिसको हम तोड़ते हैं, तो वहां पर हम करके बोला है, मतलब क्या?
कोई बाहर का मंडली का प्रभु का दास आकर, सेंट्रल पास्टर आकर तोड़ के देगा तो ही उसको आशीष होगा, वैसा नहीं पौलुस वहां पर कह रहा है। बल्कि हमें जो मंडली के लोग ही, जो साधारण लोग हैं, वही उसको तोड़कर, उसको प्रभु को धन्यवाद देकर उसको खा रहे, भाग ले रहे हैं। അപ്പോൾ രണ്ടായിട്ട് മുറിക്കുന്നതുമല്ല, അത് യേശു കർത്താവിന്റെ മരണത്തെ അല്ല കാണിക്കുന്നത്. കാരണം കാൽവറി ക്രൂശിൽ യേശുവിന്റെ മരണം നടന്നു കഴിഞ്ഞു. ഇവിടെ അപ്പം മുറിക്കുന്നത് സഹോദരിമാർക്കും സഹോദരന്മാർക്കും സൗകര്യത്തിന് വേണ്ടി, സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. तो वो अरे यही दास ने आकर रोटी तोड़ के देगा तो ही वो आशीष होगा करके, वैसा भी उसमें भी कोई वैसा नहीं है प्रियो। यीशु ऑलरेडी पहले से ही क्रूस पर मरकर, उन्होंने अपना जान देकर वो मृत्यु वहां पर हो गया है। परंतु हम रोटी क्यों तोड़ते हैं? रोटी क्यों तोड़ रहे हैं? ताकि पुरुष भाइयों को और बहनों को, सभी लोगों को वो जो रोटी जल्दी मिलकर समय बचा सके, इसलिए हम लोग तोड़कर बांटते हैं। वो बांटने का सिलसिला को फटाक से करने के लिए तोड़ रहे हैं। യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതിന്റെ പ്രാതിനിധ്യം ഉണ്ടായിട്ട് ഒരു വ്യക്തി ഭൂമിയിൽ അപ്പം മുറിക്കുകയല്ല. അങ്ങനെ ആർക്കും അതിന് യോഗ്യതയില്ല. യേശു കർത്താവ് തന്റെ ശരീരം തന്നപ്പോൾ നുറുക്കി തന്നെയാണ് നമുക്ക് തന്നത്. इसके लिए प्रियो, ये यीशु मसीह क्रूस पर मरा बोलकर, चलो मैं रोटी तोड़कर दूंगा बोलकर, ऐसा कोई व्यक्ति रोटी तोड़कर देने से कोई उसका मूल्यता नहीं है प्रियो, क्योंकि उसमें कुछ नहीं है। क्योंकि यीशु ने क्या किया था? रोटी तोड़कर ही हमको वो दिया था। उनका वो प्रभु का कार्य है, जो प्रभु ने किया। प्रभु का जगह हम नहीं ले सकते रोटी तोड़ने का, वो हमारा नहीं है वो काम। പിന്നെ നാം നുറുക്കുന്ന, അപ്പൊ അതിന്റെ അർത്ഥം കർത്താവ് ഒരിക്കൽ നുറുക്കി തന്നത് ഞാൻ സ്വീകരിക്കുന്നു, അതാണ് നമ്മൾ എടുക്കുന്നത്, നമ്മൾ നുറുക്കുന്നത്. तो वहां पर जो वो रोटी, परंतु वो रोटी जिसे हम तोड़ते हैं, मतलब क्या कि हम जो प्रभु यीशु मसीह ने जो रोटी को तोड़ा, उसको हम स्वीकार रहे हैं, हम ले रहे हैं। तो रोटी तोड़ने वाला प्रभु है, उसको हम स्वीकार कर हम बांट रहे हैं बाकी भाइयों में। ഇനി 11:26 ഒരു കാര്യം കൂടെ ഉണ്ട്. കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം കൂടെ അവിടെ പറയും. 11:26 നമ്മള് 1 കൊരിന്ത്യർ 11:26 വായിക്കുന്നുണ്ട്. और पहला कोरिन्थी उसी 11 का 26 पढ़ते समय में हम लोग उसको, मृत्यु को जब तक वह ना आए तब तक हम प्रचार करते। तो प्रभु का वापस आगमन का भी हम लोग वहां पर उसमें इंतजार करके प्रभु का कार्य को स्मरण कर रहे हैं। അത് കർത്താവ് വരുവോളം. അപ്പൊ അതിന്റെ प्रभु അർത്ഥം കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയും കൂടെ ഉണ്ടാകുന്നുണ്ട്. तो जब तक वह ना आए, मतलब क्या कि जब तक जो रोटी का भाग लेते समय में, प्रभु मेज का भाग लेते समय में, उनको ये अच्छा बोध्य होना चाहिए कि प्रभु यीशु मसीह जल्दी वापस आएगा। നമ്മള് ഇത്രയും കാര്യങ്ങളുടെ ഒരു ധാരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, इतना इतना सब बातों का धारणा जब हमारे मन में रहता है, നമ്മൾ കർത്താവിന്റെ മേശയെ സംബന്ധിച്ച് ജ്ഞാനികളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ഭൂതത്തിന്റെ മേശ എന്ന ഒരു അർത്ഥമേ അവിടെ വരുന്നില്ല. तो ऐसा व्यक्ति, ऐसा जो बोध्य रहने वाला, प्रभु ने किया हुआ कार्य को स्मरण करते हुए और हम रोटी तोड़कर और हम उसका भाग लेकर, इस तरह का बोध्य में रहते समय वाला व्यक्ति, वो सचमुच बुद्धिमान के रीति से, बुद्धि से और ज्ञान से प्रभु का मेज का भाग ले रहा है। वहां पर दुष्ट आत्मा का कोई भी अवस्था वहां पर नहीं रहेगा। ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് മാർമികമായിട്ടുള്ളത്, और एक भेद का बात वहां पर बताया गया है। ഓരോ വിശ്വാസിയും കർത്താവിനെ ഇങ്ങനെ ഓർക്കുകയും കർത്താവിനോട് വ്യക്തിപരമായി ബന്ധം ഉളവാകുകയും അപ്പോൾ തന്നെ ഒന്നാകൊണ്ട് പലരായ നമ്മൾ സഭയിലുള്ള എല്ലാവരുമായും ഒരു യോജിപ്പും ഐക്യതയും വരുന്നു. അതാണ് നമ്മള് 1 കൊരിന്ത്യർ 10:17. तो और उतना ही नहीं, पहला कोरिन्थी 10 का 17 पढ़ते समय में हम लोग व्यक्तिगत रीति से हम लोग प्रभु की उपस्थिति में, भक्ति के साथ प्रभु की उपस्थिति में आते हैं। ये व्यक्तिगत लोग जब एकत्र होते समय में, हम लोग भले ही बहुत है तो भी हम लोग एक शरीर बनकर, एक देह बनकर, एक रोटी का हम लोग भाग ले रहे हैं, जहां पर एकता को दिखाता है। पहला कोरिन्थी 10 का 17 पढ़ते समय में हम देखते हैं। 17 पढ़े। इसलिए कि एक ही रोटी है, सो हम भी जो बहुत है, एक देह है, क्योंकि हम सब उसी एक रोटी में भागी होते हैं। ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പറയാണ്, നമ്മള് പലതല്ല, നമ്മൾ ഒന്നാണ്. ഒരേ സത്യം, ഒരേ വിശ്വാസം, ഒരേ ശരീരം. അപ്പൊ ഇങ്ങനെ അതിന്റെ അപ്പം ആ ഒരു ആകമാനമായിട്ട് സഭയിലുള്ള എല്ലാവരുമായും ഞാൻ ഒന്നായിരിക്കുന്നു, ഏകോപിച്ചു നിൽക്കുന്നു. ഞാൻ യേശുവിനോട് ഒന്നായിരിക്കുന്നത് പോലെ വിശ്വാസികളോട് ഞാൻ ഒന്നായിരിക്കുന്നു എന്നതിന്റെ ഏക ശരീരം എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഐക്യതയും കൂടെ പ്രഖ്യാപിക്കുകയാണ് കർത്തൃമേശയിൽ. तो प्रभु मेज की उपस्थिति में आते समय में हम जो बहुत थे, एकत्र होते समय में हम लोग बहुत है करके उसका पहचान नहीं, बल्कि हम सब लोग एक है, एक ही विश्वास, एक ही आशा, एक ही प्रभु, एक ही आत्मा, एक ही पिता, एक विश्वास में हम लोग सब लोग एक मन होकर एक ही देह का, जो प्रभु में का देह का हम लोग जो भागी हो चुके हैं, उस एक रोटी का भाग लेते समय में हम सब लोग एक है करके, एक भाग बन चुके हैं करके, एक मन से हम लोग है करके, ये बात को हम दर्शाते हैं, बताते हैं।
യോഹന്ന സുവിശേഷം 17 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ പറയുന്ന കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഒരു ഫുൾഫിൽമെന്റ് കൂടിയാണത്. और यूहन्ना का सुसमाचार उसका 17 अध्याय में 17 21 മുതൽ വായിക്കുമ്പോൾ 21 से जब हम लोग पढ़ते समय में प्रभु यीशु मसीह ने यूहन्ना का सुसमाचार में जो प्रार्थना किया था उस प्रार्थना का पूर्तिकरण भी है 17 के 21 से पढ़ते समय में हम देखते हैं। നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. അപ്പം ഈ ഒരു ലോക്കൽ അസംബ്ലിയിലുള്ള എല്ലാവരും ഒന്നാകുന്നത് പോലെ എവിടെല്ലാം കർത്തൃമേശ ഉണ്ടോ അവിടെയുള്ള എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ ഒന്നാണ്, ഒരപ്പത്തിന്റെ അംശികളാണ് എന്ന് സാർവത്രികമായി കൂടെ അത് പ്രഖ്യാപിക്കുകയാണ്. 21 पढ़ना। जैसा तू है पिता मुझ में है और मैं तुझ में हूँ, वैसे ही वे भी हम में हो, इसलिए कि जगत प्रगति करे कि तू ही ने मुझे भेजा। तो जब वे लोग भी हम में एक हो करके बोलते समय में किस आधार पर है, किस जिस रीति से स्थानीय मंडली में स्थानीय भाई लोग जब एक रोटी लेते समय में वो लोग एक देह का भाग है, वो लोग घोषणा करते हैं एक रोटी का भाग से, उसी रीति से जहां जहां पर भी इसी बोधिय में बाकी मंडलियों में इसी शरीर का ये रोटी का भाग लेते समय में वे लोग भी हमारे साथ एक है करके वो बोध्य हो रहे हैं। इस रीति से एक स्थानीय मंडली और बाकी स्थानीय मंडली सब लोग एक है करके एक ही देह का अंग, एक ही शरीर के अंग है करके एक रोटी के द्वारा हम घोषणा कर रहे हैं। बाकी भाइयों के साथ भी हम एक है। അപ്പോൾ ഇത്രയും നമ്മൾ അർത്ഥസമ്പുഷ്ടമായ രീതിയിൽ കർത്താവിന്റെ മേശയെ നമ്മൾ ഗ്രഹിച്ചാൽ, നമ്മൾ അപ്പോസ്തലൻ ചിന്തിച്ചതുപോലെ അല്ലെങ്കിൽ ആത്മാവ് നടത്തുന്നത് പോലെ നമ്മൾ കർത്താവിന്റെ മേശയെ സംബന്ധിച്ച് നമ്മൾ ജ്ഞാനികളാണ്. കാരണം നമ്മൾ അനുഗ്രഹത്തിന്റെ പാത്രമായി തീർന്നിരിക്കുകയാണ്. तो इस रीति से एकता को बात को मन में रखते हुए प्रेरित पौलुस ने हमको एकता को बनाए रखने के लिए और प्रभु मेज के विषय का जो विषय को मन में रखकर ध्यान में रखकर मेज का भाग लेने के लिए जो हमको बताया है, ये सब बातों में अगर हम लोग एक होकर मेज का भाग ले रहे हैं तो सचमुच जैसा पौलुस ने आग्रह रखा कि तुम में से बुद्धिमान बनकर तुम लोग जानकर, मैं ये कहता हूं उस रीति का बुद्धिमान का अवस्था में हम पहुंच रहे हैं। അപ്പൊ ഇത് കോ മെമ്മോറിയൽ ആണ്. കർത്താവ് ഒരിക്കൽ ചെയ്ത പ്രവൃത്തിയുടെ ഓർമ്മയാണ്. അപ്പവചനങ്ങൾക്ക് മാറ്റം വരുന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിന് മാറ്റം വരികയാണ്. നമ്മള് അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് യേശുക്രിസ്തുവിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുകയാണ്. तो ये एक यादगार है, एक स्मरण है जो प्रभु मेज की उपस्थिति में आते समय में हम आते हैं। हम उस मेज के सामने आते समय में रोटी और दाखरस में कुछ भी बदलावट नहीं होता, वो तो वैसे का वैसे ही है, लेकिन बदलावट हमारे जीवन में हो रहा है। हमारे जीवन में जो परिवर्तन है, जो बदलावट होना जरूरी है, हम प्रभु में जो प्रभु ने हमारे लिए जो कार्य किया है उस कार्य को देखकर स्मरण करके हम लोग एकत्र होकर रोटी का भाग ले रहे हैं, मेज का भाग ले रहे हैं। അപ്പൊ രണ്ട് കാര്യം മനസ്സിൽ. ഒന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു അശേരപ്രതിഷ്ഠ പോലോ ഏതെങ്കിലും ദേവതയോ ഏതെങ്കിലും ചിത്രമോ മനസ്സിൽ വരാതെ, നമ്മളെ കുറിച്ച് പോലും ഒരു ഉയർന്ന ചിന്താഗതി ഉളവാകാതെ, നമ്മുടെ ഓർമ്മ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാതെ എല്ലാം ക്രിസ്തുവിലേക്ക് മാത്രം നോക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാത്രം ഓർക്കുന്ന ഒരു ഐക്യതയിലേക്ക് എല്ലാവരും പ്രവേശിക്കുന്നതാണ്. और इसलिए मेज की उपस्थिति में आते समय में कोई भी प्रकार का मूर्ति, कोई भी प्रकार का रूप या कोई भी प्रकार का आकार उसको मूल्य देकर वो रूप को स्मरण ना करते हुए उसको मूल्यता ना देना, और ना ही वो स्वयं का व्यक्तित्व को कि मैंने कुछ कार्य किया, मैंने कुछ ऐसा किया वैसा किया इसलिए मैं योग्य हूं बोलकर, ये दोनों बातों से वो लोग अलग होकर प्रभु यीशु मसीह ने हमारे लिए क्या किया है, प्रभु यीशु मसीह का कार्य क्या है, प्रभु यीशु मसीह के बातों को स्मरण करते हुए वो व्यक्ति अपने आप को नम्र होकर प्रभु को स्थान देकर वो झुककर उस रोटी का भाग लेने के लिए, उस मेज का भाग लेने के लिए वो आ रहा है। രണ്ടാമത്, അത് നമ്മുടെ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാണ്, അതിന്റെ ഗ്യാരണ്ടിയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നിത്യജീവൻ പ്രാപിച്ചു. और उतना ही नहीं कि वो एक नए नियम का वाचा है जो प्रभु ने हमसे बांधा है। उस वाचा में क्या प्रभु बताना चाहता है कि तुम्हारा उद्धार पक्का हो चुका है, तुम लोग सुरक्षित हो, तुम्हारा सारा पापों का लेकर प्रभु यीशु मसीह ने पूरा कर छुटकारा देकर हमें आजाद ही किया है करके ये बात का गारंटी है। അത് നമ്മൾ പ്രൊക്ലമേൻ ചെയ്യുകയാണ്, അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. और वो हम लोग उनका मृत्यु का कार्य को देखकर हम लोग घोषणा कर रहे हैं मेज का भाग लेते समय में। രണ്ടാമത്, അതിനോട് ചേർന്ന് അവന്റെ രണ്ടാമത്തെ വരവിന്റെ പ്രത്യാശയും കൂടെ ഉൾക്കൊള്ളുന്ന ആളാണ് മേശ. और उतना ही नहीं, वो मेज क्या है कि प्रभु बहुत जल्दी दोबारा वापस आने वाला है, लौटने वाला और हमें लेकर जाएगा करके ये बात का आशा को प्रकट करने का यादगार का बात है ये वो मेज। എല്ലാ വിശ്വാസികളും ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു, എല്ലാ വിശ്വാസികളും കർത്താവിന്റെ മക്കളാണ്, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകും എന്നുള്ള ബോധത്തോടുകൂടെ എല്ലാവരുമായിട്ടുള്ള തുറന്ന ഹൃദയത്തിന്റെ കൂട്ടായ്മയും കൂടെയാണ്. और वो मेज की वो सभी विश्वासियों को लेकर से बना हुआ
वो मेज का स्मरण है। मतलब क्या, नया जन्म पाया हुआ हर एक विश्वासी उस मेज का भागी है। नया जन्म पाया हुआ हर एक विश्वासी जिसको प्रभु ने जिसको बलिदान देकर छुटकारा दिया, वो लोग सब लोग हमारे सब भाई लोग हैं, हम सब एक है बोलकर। और जब प्रभु आएगा तो हम सब लोग साथ में उठा लिए जाएंगे। जिन्होंने प्रभु यीशु मसीह को अपना प्रभुत्व दिया है वो सब लोग उठा लिए जाएंगे। क्या उस बोध्य में है, हम एक दूसरे भाइयों को देखकर हम लोग मेज का भाग ले रहे हैं, सिर्फ स्थानीय मंडली में नहीं, बाहर के लोगों भी। നമ്മുടെ ലോക്കൽ സഭയെ മാത്രമല്ല, ദൈവത്തിന്റെ സാർവത്രികമായ സഭ, എല്ലാ വിശുദ്ധന്മാരും കർത്താവിൽ എടുക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടിയുള്ള കൂട്ടായ്മയാണ്. और वो सिर्फ प्रभु का स्थानीय मंडली, जो स्थानीय लोग एकत्र हो रहे हैं वही लोग नहीं, लेकिन जिन्होंने बाहर भी जिनका नया जन्म हो चुका है वो लोग सब लोग प्रभु का आगमन में उठा लिया जाएगा करके ये विश्वास है। അപ്പോൾ അൻവർദി മാനറിൽ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതിന്റെ ആശയത്തെയാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. तो अयोग्य रीति से हम लोग प्रभु का मेज का भाग ना ले करके उस विषय का बातों को हमने देखा। നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഒരു 5 മിനിറ്റ് ഡിസ്കഷന് വേണ്ടി ഉപയോഗിക്കാം. हाँ, प्रभु ने हमको अभी तक अच्छा संभाला है, वचन दिया है, उसके लिए धन्यवाद। प्रभु हम सबको सहायता करे। प्रेज लॉर्ड।